സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് റാന്നി സെൻറ്റർ CMനുള്ള ബന്ധത്തിൽ ഫേസ്ബുക്ക് ലൈവിൽ കടന്നു വരുവാനും അല്പനിമിഷം ദൈവവചനം സംസാരിപ്പാനും സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. സെൻറ്ററിന് അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം നൽകുന്ന ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വലീശോഷ അവർ കുടുംബം, CMൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ടോണി പാസ്റ്റർ, CMൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജേഷ് പാസ്റ്റർ, എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും വാത്സല്യ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ അല്പനിമിഷം ദൈവവചനവുമായി ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അത് ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി ദൈവമക്കളുടെ ജീവിതത്തിൽ വിടുതലായി തീരേണ്ടതിനായി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ CMൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹീതമായ നിലയിൽ നടത്തുവാൻ റാന്നി സെൻറ്ററിന് ദൈവം അവസരങ്ങളെ ഒരുക്കി. നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ അവരുടെ ആത്മീയ ജീവിതം അനുഗ്രഹീതമായ നിലയിൽ കെട്ടി പണിയുവാൻ CMൻ്റെ പ്രവർത്തനങ്ങൾ എന്നും അനുഗ്രഹമാണ്. കൺവെൻഷനുകൾ നടത്തുവാനും ക്യാമ്പ് നടത്തുവാനും അതുപോലെ അനുഗ്രഹീതമായ നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അവസരങ്ങളെ ഒരുക്കി. തുടർന്നും ഇപ്പോൾ ഭാരവാഹികളായിരിക്കുന്ന ദൈവദാസന്മാരെയും വാത്സല്യ സഹോദരങ്ങളെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ അല്പനിമിഷത്തെ ദൈവവചന ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഒരു നിമിഷം ഞാനത് വായിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 20, 21, 22, 23 വേദഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. യേശു വീണ്ടും പടക് കയറി ഇക്കരെ കടന്നു. കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യൈറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെടേണ്ടതിന് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈ വയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവരോടുകൂടെ പോയി. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനം സംസാരിപ്പാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തണമേ, നാവോടും വായോടും കൂടെ ഇരിക്കണമേ. കർത്താവെ, കേൾക്കുന്ന ദൈവജനത്തിന് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, നന്മയായി വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വവും മാനവും അങ്ങെടുക്കണം, യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 4-5 അധ്യായങ്ങൾ നാം ദൈവസന്നിധിയിൽ ദൈവവചനം വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായ നിലയിൽ ചെയ്യുന്ന ചില ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഈ 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചതിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകി തന്ന ചിന്ത ഇങ്ങനെയാണ്. സ്തോത്രം. അവൻ അവരോട് കൂടെ പോയി. യേശു കർത്താവ്
അവരോട് കൂടെ പോയി. യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ഇന്ന് അല്പസമയം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ വഴി നടത്തുവാൻ, നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവം എന്ന് അല്പനിമിഷങ്ങൾ ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഈ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പള്ളിപ്രമാണിയായിരിക്കുന്ന ഈ യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവനോട് അവൻ്റെ ആവശ്യങ്ങൾ പറയുകയാണ്, അവൻ്റെ ഒരു ആവശ്യം പറയുകയാണ്. വളരെ വേദനയോടെ, വളരെ സങ്കടത്തോടെ അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കാൽക്കൽ വീണിട്ട് പറയുന്നു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു. കർത്താവെ, നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾക്ക് സൗഖ്യം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ മനുഷ്യൻ തൻ്റെ കാര്യം കർത്താവിനോട് പറഞ്ഞു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു അവരോട് കൂടെ പോകുവാനായിട്ടിടയായി. സ്തോത്രം. യേശു കൂടെ ഉണ്ടെങ്കിൽ, ഈ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം നാം ചിന്തിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. 35 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഒന്നിച്ച് അവർ യാത്ര തിരിക്കുകയാണ്. അവർ യാത്ര തിരിച്ചു. നാം കാണുവാൻ കഴിയുന്നു, യേശു കർത്താവ് പടകിലുണ്ട്, തൻ്റെ ശിഷ്യന്മാർ ഒന്നിച്ച് അവർ അക്കരയ്ക്ക് യാത്ര തിരിച്ചു. അല്പസമയം കഴിയുമ്പോൾ കർത്താവ് തലയണയെടുത്ത് പടകിൻ്റെ അമരത്ത് വെച്ച് അതിൽ കിടന്നുറങ്ങുകയാണ്. യേശു കർത്താവ് പടകിലുണ്ട്. അവർ യാത്ര തിരിച്ചു. ശിഷ്യന്മാർ പടക് നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, യേശു കൂടെ ഉണ്ട് എങ്കിലും, യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ കടലിൽ കാറ്റടിക്കുവാൻ തുടങ്ങി. കടലിൽ തിരമാല തള്ളിക്കയറുവാൻ തുടങ്ങി. അതിഭയങ്കരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ യാത്രയിലുണ്ടായി. യാത്ര മധ്യേ യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നിട്ടും കാറ്റവർക്ക് പ്രതികൂലമായി. പടകിനകത്ത് വെള്ളം കയറി പടക് മുങ്ങിപ്പോകുമോ എന്ന് അവർ ഭയപ്പെട്ടിട്ട് അവർ കർത്താവിനോടൊരു കാര്യം ഇങ്ങനെ പറയുന്നു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. ദൈവമക്കളെ, ഈ ഭാഗത്ത് നിന്ന് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായ നിലയിൽ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കണം. എന്തെന്നറിയാമോ? നാം നമ്മുടെ കരങ്ങൾക്ക് പിടിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ പടകിൽ തലവണ വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവർ യേശുവിനോട് വിളിച്ചിട്ട് പറയുകയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ അനുഗ്രഹീതമായ രാത്രി സമയം 9 മണി കഴിഞ്ഞ സമയം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, എന്നെ ശ്രവിക്കുന്നവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രയാസസന്ധികളിൽ, പ്രതികൂല മേഖലകളിൽ, സ്തോത്രം, ഹല്ലേലൂയ, നാം അറിയാതെ അപ്രതീക്ഷിതമായ നിലയിൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, സ്തോത്രം, നമുക്ക് അടുത്തു ചെന്ന് കാര്യം പറയുവാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യനോടോ സ്നേഹിതന്മാരോടോ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ളവരോടോ ഹല്ലേലൂയ നാം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ അവർ നമ്മെ പരിഹസിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവർ പറയുകയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? കാറ്റ് പ്രതികൂലമായി, കടല് പ്രതികൂലമായി, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി. എപ്പോൾ കർത്താവ് അവിടെ എഴുന്നേറ്റിട്ട് അവരുടെ മുമ്പിലുള്ള കാറ്റിനെ ശാസിക്കുവാനായിട്ടിടയായി. അവരുടെ മുമ്പിലുള്ളതായ ഹല്ലേലൂയ കടലിന്റെ ക്ഷോഭത്തെ കർത്താവ് ശാസിക്കുവാനിടയായി. വലിയ ശാന്തത അവിടെ വരുവാനായിട്ടിടയായി തീർന്നു.
സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ട് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 5-ാം അധ്യായം ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങൾ ഒക്കെ കർത്താവ് ചെയ്ത് ഗദരദേശത്ത് ചെന്ന് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. അതിനുശേഷം കർത്താവ് വീണ്ടും പടക് കയറി മടങ്ങി ഇക്കരയ്ക്ക് വരികയാണ്. അവിടെ അങ്ങനെ അവർ മടങ്ങി ഇക്കരയ്ക്ക് വരികയാണ്. ഇക്കരയ്ക്ക് വരുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 21-ാം വാക്യത്തിൽ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു വീണ്ടും പടക് കയറി ഇക്കരെ കടന്നു കടലരികെ ഇരിക്കുമ്പോൾ, യേശു ഇക്കരെ വന്ന് കടലിനരികെ ഇരിക്കുമ്പോഴാണ് യായിറോസ് യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നത്. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം യേശുവിന്റെ കാൽക്കൽ വീണു. യേശുവിനോട് തൻ്റെ കാര്യം പറയുകയാണ്, തൻ്റെ പ്രയാസം പറയുകയാണ്, തൻ്റെ സങ്കടകരമായ അനുഭവത്തെ താൻ പറയുകയാണ്. താൻ പറയുന്നു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു. നമുക്കറിയാം എന്താണ് അത്യാസന്ന നിലയെന്ന് പറഞ്ഞാൽ. നമ്മുടെ നമ്മൾ പറയാറുണ്ട് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ ഹല്ലേലൂയ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ഹല്ലേലൂയ അങ്ങനെ വളരെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. യായിറോസ് യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് പറയുന്നു, യേശു വന്ന് അവളുടെ മേലൊന്ന് കരം വെച്ചാൽ അവൾ സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയം ഹല്ലേലൂയ ഈ വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ ഒരു പക്ഷേ ആരും നമ്മളെ സഹായിക്കുവാൻ വന്നു എന്ന് വരികയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നാം സ്നേഹിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ആ ആവശ്യങ്ങളിൽ കടന്നു വന്ന് നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. യായിറോസ് വിളിച്ച ഉടനെ യേശു അവന്റെ കൂടെ യാത്ര തിരിക്കുകയാണ്. നാം ആ ഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, യേശു അവനോട് കൂടെ യാത്ര തിരിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ അതിനിടയ്ക്ക് നാം ദൈവവചനം പഠിക്കുമ്പോൾ ഒരു അത്ഭുതം കർത്താവ് നടക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. താഴെ അതിൻ്റെ സ്തോത്രം 35-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നാം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യേശു യായിറോസും ഒരു ജനക്കൂട്ടവും ശിഷ്യന്മാരും എല്ലാം ഒന്നിച്ച് യായിറോസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യേശു കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് യായിറോസ് ചിന്തിച്ചു കാണും, എൻ്റെ കുഞ്ഞിന് യേശു വീട്ടിൽ വരും, അവളുടെ മേൽ കരം വെക്കും, അവൾക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് യേശുവിനോടൊപ്പം അവർ മുൻപോട്ട് യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ വളരെ അപ്രതീക്ഷിതമായ ഒരു വാർത്ത അവരെ തേടി വരുവാനിടയായി. ഒരു വാർത്ത അവർ കേൾക്കുകയാണ്. വീട്ടിൽ നിന്ന് ഹല്ലേലൂയ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. സ്തോത്രം. അവരുടെ എല്ലാ പ്രതീക്ഷകളും അവിടെ അസ്തമിച്ചു. കൂടെ ഉണ്ടായിരുന്നു യാത്ര ചെയ്യുന്നവർ. യായിറോസിന്റെ ഹൃദയത്തിൽ പോലും അവൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അവൻ ചിന്തിച്ചു കാണും, യേശു ഇനി വന്നിട്ട് കാര്യമില്ല. സ്തോത്രം. എന്നാൽ യേശു കർത്താവ് ഈ യായിറോസിനോട് ഒരു കാര്യം പറയുകയാണ്. യായിറോസിനോട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. പ്രതീക്ഷിച്ചതുപോലെ ഹല്ലേലൂയ യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും ഹല്ലേലൂയ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കയില്ല എന്നവർ ചിന്തിച്ചു കാണും. കാരണം ബാല മരിച്ചു പോയല്ലോ. ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ ഇനി ആർക്ക് സഹായിക്കാൻ കഴിയും? ഹല്ലേലൂയ. കുഞ്ഞ് മരിച്ചുപോയി. ഹല്ലേലൂയ. ഇനി ആർക്ക് സഹായിക്കാൻ കഴിയും? ഞാൻ ഒരു ഭാഗം കൂടെ ഓർപ്പിക്കട്ടെ. ഈ കുഞ്ഞ് രോഗിയായി കിടന്നു. ഈ കുഞ്ഞ് അത്യാസന്ന നിലയിലായി. യായിറോസ് തന്നാലാവോളം എല്ലാം ഈ കുഞ്ഞിന് വേണ്ടി ചെയ്തു കാണും. മാനുഷിക തലത്തിൽ, വൈദ്യശാസ്ത്രത്തിലും ഒക്കെ പല പല കാര്യങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി ചെയ്തു കാണും. എന്നാൽ സ്തോത്രം, ഒരു വിടുതൽ ഈ കുഞ്ഞിന് ലഭിച്ചില്ല. അവസാനമായി അവൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഇന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും മാനസിക ഭാരത്തോടെ എൻ്റെ വിഷയത്തിൻ്റെ മേൽ ആര് പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ആര് ഹല്ലേലൂയ കടന്നു വരും, എന്നെ ആര് സഹായിക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് വേദനയോടെ ആരെങ്കിലും ഇന്ന് പകൽ ഈ സന്ധ്യാസമയം ഈ ദൈവവചനം ശ്രവിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നവർക്കാർക്കും ഒരു പക്ഷെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. നാം പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ നമ്മെ ആര് സഹായിച്ചു എന്ന് വരികയില്ല. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ ഉറപ്പോടെ ഞാനൊരു കാര്യം പറയട്ടെ,
ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ വന്ന് നമ്മെ സഹായിക്കുവാൻ അവൻ മതിയായവനാ. ഏത് പ്രതിസന്ധി ആയിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും, എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും, സ്തോത്രം, നാം ഇവിടെ കാണുന്നു രോഗിയെ സൗഖ്യമാക്കുവാൻ, അല്ലെ അത്യാസന്ന നിലയിലായിരിക്കുന്ന കുഞ്ഞിനെ സൗഖ്യമാക്കുവാനാണ് യേശു യാത്ര പുറപ്പെട്ടത്. എന്നാൽ അല്പം കഴിയുമ്പോൾ ആ രംഗം മാറുകയാണ്. അവൾ മരിച്ചു എന്ന വാർത്ത വരുന്നു. രോഗിയായിക്കൊള്ളട്ടെ, മരിച്ചോട്ടെ, അല്ല ഏത് പ്രശ്നമായിരുന്നാലും, ഹല്ലേലൂയ, വൈദ്യശാസ്ത്രം തള്ളിയ കേസുകെട്ടായിക്കോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, മാനുഷിക ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിനും മാത്രമേ നമ്മെ സഹായിക്കുവാനായി കഴിയുകയുള്ളൂ. കർത്താവിനും മാത്രമേ നമ്മെ സഹായിക്കുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവുമായി ഒന്നിച്ച് യാത്ര ചെയ്തു പോകുമ്പോൾ ഈ വാർത്ത അവർ കേൾക്കുകയാ, ബാല മരിച്ചു. എന്നാൽ കർത്താവ് പറയുന്നു, ജൈറോസൻ, നീ ഭയപ്പെടേണ്ട. സ്തോത്രം, അങ്ങനെ പറയാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഹല്ലേലൂയ, കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നീ ഭയപ്പെടേണ്ട. ഇവിടെ പറയുന്നു, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. സ്തോത്രം, നീ വിശ്വസിച്ചാൽ മതി. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് വിഷയം. സ്തോത്രം, മരിച്ചോട്ടെ, ദീനമായി കിടന്നോട്ടെ, വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, സ്തോത്രം, മാനുഷിക ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത വിഷയങ്ങളായിക്കൊള്ളട്ടെ, എന്തായിത്തീരുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടുന്ന അനുഭവങ്ങളായിക്കൊള്ളട്ടെ, സ്തോത്രം, എന്തായിരുന്നാലും ഉറപ്പോടെ യേശു കർത്താവിൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. കർത്താവ് നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, യേശു കർത്താവ്, ഹല്ലേലൂയ, വീണ്ടും ആ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. സ്തോത്രം, ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി. ഒരു രോഗിയെ കാണാൻ, അല്ലെ പ്രാർത്ഥിക്കാൻ പോവുക, അല്ലെങ്കിൽ ആ രോഗിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് മരണവാർത്ത അറിയുന്നതെങ്കിൽ, സ്തോത്രം, അടുത്ത ശുശ്രൂഷയുടെ കാര്യങ്ങളാണ് പിന്നീട് ചിന്തിക്കാറുള്ളത്. എന്നാൽ ഇവിടെ കർത്താവ് അങ്ങനല്ല ചെയ്തത്. ഹല്ലേലൂയ, അത് കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അവനോടൊപ്പം അവിടേക്ക് യാത്ര ചെയ്യുവാനിടയായി. നാം ആ ഭാഗം വായിക്കുമ്പോൾ, സ്തോത്രം, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 40-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ പരിഹാസ സ്വരങ്ങളുണ്ട്, അവിടെ ഹല്ലേലൂയ യേശുവിനെ കളിയാക്കുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതൊന്നും വകവെക്കാതെ യേശു കർത്താവ് അവിടെ ചെന്ന്, മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുക്കൽ ചെന്ന്, അവിടെ കരയുന്നവരെയും ആരവാരവങ്ങളെയും എല്ലാം പുറത്താക്കി യേശു ശിഷ്യന്മാരുമായി അടുത്ത് അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ടിടയായി. നമ്മുടെ കാണുന്നു, യേശു കർത്താവ് ആ കുഞ്ഞിൻ്റെ കരങ്ങൾക്ക് പിടിച്ച്, ഹല്ലേലൂയ, അതിനെ എഴുന്നേൽപ്പിക്കുവാനായിട്ടിടയായി. ആ പ്രശ്നത്തിനവിടെ ഒരു പരിഹാരം കാണുവാനിടയായി. ഇന്ന് ഹല്ലേലൂയ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, പ്രതീക്ഷിച്ചതുപോലെ ഒരുപക്ഷെ കാര്യങ്ങൾ നടന്നുവെന്ന് വരികയില്ല. അപ്രതീക്ഷിതമായതാണ് സംഭവിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മുടെ കർത്താവിന് കഴിയുമെന്ന്, സ്തോത്രം, ഇന്ന് രാത്രി വളരെ ഉറപ്പായിട്ട് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയുവാനായിട്ട് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. യേശു കർത്താവ് അവരോട് കൂടെ പോകുവാനായിട്ടിടയായി. സ്തോത്രം, യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അപ്രതീക്ഷിതമായത് ചിലത്, ഹല്ലേലൂയ, ആ മരിച്ച കുഞ്ഞിനെ ഉയർപ്പിച്ച് അപ്രതീക്ഷിതമായി കർത്താവ് അവിടെ വിടുതൽ ചെയ്യുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്മാർ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകനെ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏറെ ഇടുക്കമുള്ള സ്ഥലമാണ്, വളരെ ഞെരുക്കമാണ്, അവിടെ ഒരു വിശാലതയ്ക്കാനായിട്ടിടയായി. സ്തോത്രം, രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്, അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു. നമ്മളിവിടെ കാണുന്നത്, ഈ പ്രവാചക ശിഷ്യൻ പറഞ്ഞതനുസരിച്ച് പ്രവാചകൻ അവരുടെ കൂടെ വരികയാണ്. സ്തോത്രം, അവരുടെ കൂടെ ഈ പ്രവാചകൻ വരികയാണ്. അവിടെ വന്ന് നമ്മ ഭാഗം താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവരുടെ കൂടെ വന്ന് അവർ മരം മുറിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ശിഷ്യൻ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അവൻ്റെ കയ്യിൽ നിന്ന് ആ കോടാലി ഊരി വെള്ളത്തിലേക്ക് പോകുവാനിടയായി. അവൻ്റെ കയ്യിൽ നിന്ന് കോടാലി ഊരി വെള്ളത്തിൽ പോയി. കോടാലി ഊരി വെള്ളത്തിൽ പോയാൽ ഇനി അതിനെ പ്രതീക്ഷിക്കേണ്ട കാര്യം, വെള്ളത്തിൽ പോയ കോടാലി മടക്കി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു പദ്ധതിയാണ്. അത് ലഭിക്കുക എന്നുള്ള വളരെ പാടാണ്. എന്നാൽ ഈ പ്രവാചക ശിഷ്യന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കോടാലി മാനുഷിക തലത്തിൽ, മാനുഷിക നിലയിൽ അത് മടക്കി ലഭിക്കുവാൻ വേണ്ടി ശ്രമിക്കാതെ ഈ പ്രവാചകന്റെ അടുക്കൽ ശിഷ്യൻ ചെന്നിട്ട് പറയുന്നു, അല്ലയോ പ്രവാചകനെ, ഈ കോടാലി ഞാൻ വായ്പ വാങ്ങിയതാ, ഇത് മടക്കി കൊടുക്കേണ്ടതാ, പക്ഷെ ഇത് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ഞാൻ അവിടെ പറയുവാൻ ഓർപ്പിക്കുന്നത്, എന്നെ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. അവർ പോകുമ്പോൾ പ്രവാചകനെ കൂടെ കൂട്ടി കൊണ്ടുപോകുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷാൽ ഈ പ്രവാചകൻ നമ്മുടെ യേശു കർത്താവിനാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, നാം എവിടെ പോയാലും കർത്താവിനോടൊപ്പമാണെങ്കിൽ, കർത്താവിനോട് കൂടെയാണെങ്കിൽ, ഹല്ലേലൂയ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, സ്തോത്രം, നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് ഹല്ലേലൂയ കർത്താവ് മടക്കി തരുവാനായിട്ടിടയായിത്തീരും. ഇന്ന് രാത്രികാലം ജീവിതാനുഭവങ്ങളിൽ യേശു കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങി, കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങി. നാളിതുവരെയായി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ലഭിച്ചു, അല്ലെങ്കിൽ ഹല്ലേലൂയ പരാതികളോ പരിഭവങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പരാതികൾ പറഞ്ഞ് പരിഭവങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് നാം പിന്നോട്ട് പോകാതെ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, വിശ്വാസത്തോടെ കർത്താവിനോടൊപ്പം നാം യാത്ര ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇവിടെ പ്രവാചക ശിഷ്യൻ ഹല്ലേലൂയ പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ കോടാലി വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അത് എവിടെയാണ് പോയത്? സ്തോത്രം. പ്രവാചക ശിഷ്യൻ ആ സ്ഥലം അവനെ ചൂണ്ടിക്കാണിക്കുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ ഭാഗം വായിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുവാനിടയായി. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ആ സ്ഥലം അവൻ ചൂണ്ടിക്കാണിച്ചു. ഹല്ലേലൂയ. അവൻ അവിടാണ് പോയതെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ എന്താ ചെയ്തെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു കമ്പ് വെട്ടി എടുത്ത് സ്തോത്രം അവിടേക്ക് ഇടുവാനിടയായി. നാം വായിക്കുന്നു, ആ വെള്ളത്തിൽ പോയ ആ കോടാലി, ഇരുമ്പ്, ഹല്ലേലൂയ, വെള്ളത്തിൽ പൊങ്ങി വരിക എന്നുള്ളത് അസാധാരണമായ കാര്യമാണ്. അത് സംഭവിക്കുന്ന കാര്യമല്ല. സ്തോത്രം. എന്നാൽ അത് ഹല്ലേലൂയ അവിടെ പൊങ്ങി വരുവാനിടയായി തീർന്നു. കാരണം എന്താ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തത്, മനുഷ്യന്റെ ബുദ്ധിക്ക് ചെയ്യാൻ കഴിയാത്തത്, ഹല്ലേലൂയ ലോകത്തിലെ ആർക്കും ചെയ്യാൻ കഴിയാത്തത്, ഒരു വ്യക്തികൾക്കും ചെയ്യാൻ കഴിയാത്തത് വിശ്വസിക്കുന്നുവോ? ഇന്ന് യേശു കർത്താവിന് എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും. എൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ എനിക്ക് മടക്കി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവ് അത് മടക്കി തരുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ഇരുമ്പ് പൊങ്ങി വരുവാനിടയായി. സ്തോത്രം. പൊങ്ങി വന്ന് അപ്പോൾ പ്രവാചകൻ ഹല്ലേലൂയ പറഞ്ഞു, നീ അത് എടുത്തുകൊള്ളു. അവൻ കൈ നീട്ടി അത് എടുക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? പ്രവാചകൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നമുക്ക് നമ്മളോട് തന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിക്കാം, യേശു കർത്താവിൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെയും നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മളെ അന്ത്യം വരെയും നടത്തുവാൻ അവൻ മതിയായവനാ. കർത്താവ് വാഗ്ദത്തം
നമുക്ക് തരുന്നുണ്ട്. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് നമുക്ക് ഹല്ലേലൂയ വാഗ്ദത്തത്തെ തരുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ഒരു നാളും കൈവിടാത്ത, നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കാത്ത സ്നേഹിതൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഹല്ലേലൂയ അവസാനത്തോളം രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് ഹല്ലേലൂയ നമ്മെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ ഹല്ലേലൂയ നമ്മോട് കൂടെയുള്ള നമ്മുടെ കർത്താവ് മാത്രമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന, എന്നെ ഹല്ലേലൂയ വചനം ശ്രവിക്കുന്ന ആർക്കെങ്കിലും ഹല്ലേലൂയ ജീവിതത്തിൽ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ഹല്ലേലൂയ കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് മടക്കി തരുവാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യൻ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. 13 മുതൽ, അന്ന് തന്നെ അവർ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ച് തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടക്കുവാനിടയായി. സ്തോത്രം. നമുക്കറിയാം, യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ, അവർ യേശു കർത്താവിൻ്റെ മരണം, യേശു കർത്താവിൻ്റെ അടക്കം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്തോത്രം എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്ത് ഹല്ലേലൂയ ഈ ശിഷ്യന്മാർ അവർ വഴി നടന്നു പോകുമ്പോൾ, സ്തോത്രം, യേശു കർത്താവ് അവരുടെ കണ്ണിനെ നിരോധിച്ചു, അവനെ മനസ്സിലാകാതിരിക്കുവാൻ, എന്നിട്ട് അവരോട് കൂടെ ചേർന്ന് നടക്കുവാനിടയായി. സ്തോത്രം. ഇവിടെ യേശു കർത്താവിനെ അവർ ക്ഷണിച്ചില്ല, പക്ഷേ ഹല്ലേലൂയ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു കടന്നു ചെല്ലുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അവരുടെ മനസ്സ്, ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോയി. അല്ലെങ്കിൽ അവർ വാദിച്ചും തർക്കിച്ചും എന്താണ് സംഭവിച്ചത്, ഇതെന്താണ് ഇതിൻ്റെ ഹല്ലേലൂയ പരിസമാപ്തി എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞവർ ഹല്ലേലൂയ മുൻപോട്ട് അവർ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവരുടെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നെ ചിന്ത ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനെ അറിഞ്ഞ്, യേശു കർത്താവിനായി ജീവിതം സമർപ്പിച്ച് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ വന്നേക്കാം, ചിന്താഭാരങ്ങൾ വന്നേക്കാം, ജീവിത നിലവാരത്തിൽ പല മേഖലകളും നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ കർത്താവ് നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഉദാഹരണമായി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആഹാബിന്റെ മുമ്പിൽ ശക്തിയോടെ ദൈവത്തിന്റെ ആലോചന പറഞ്ഞ ഹല്ലേലൂയ ഏലിയാവ്, സ്തോത്രം, അതാ ചൂരച്ചെടിയുടെ തണലിൽ ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുകയാണ്. അവൻ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: ഹല്ലേലൂയ, മതി യഹോവേ മതി, ഞാൻ ഹല്ലേലൂയ എൻ്റെ പ്രാണനെ നീ എടുത്തുകൊള്ളണമേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ അധികം ഹല്ലേലൂയ ശ്രേഷ്ഠനൊന്നുമല്ല ഞാനെന്ന് പറഞ്ഞ് വളരെ ക്ഷീണിതനായി അവൻ ആ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ, ആ ചൂരച്ചെടിയുടെ തണലിലായിരിക്കുമ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. നാം കാണുന്നു ഹല്ലേലൂയ അവനെ അവിടെ ചെന്ന് തട്ടി ഉണർത്തി, അവന് ഭക്ഷിപ്പാൻ ആഹാരം കൊടുത്ത് അവനെ അവിടെ നിന്ന് വീണ്ടും ശുശ്രൂഷയ്ക്കായി യാത്ര അയക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സ് ക്ഷീണിച്ചിരിക്കുകയാണോ, ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാണോ? ഹല്ലേലൂയ. വാക്കുകളുടെ മുമ്പിൽ, പ്രവൃത്തിയുടെ മുമ്പിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിനെ സ്നേഹിപ്പാൻ ഇറങ്ങി കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാണോ? ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മെ ഒരു നാളും കൈവിടാത്ത ഒരു നല്ല കർത്താവ് ഈ ശിഷ്യന്മാരോട് കൂടെ കർത്താവ് ചേർന്ന് നടക്കുകയാണ്. ഞാനവിടെ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യേശു അവരുടെ കൂടെ നടന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞവരെ മനസ്സിലാക്കി. സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളെല്ലാം നമുക്ക് ആ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. എന്നാൽ ഹല്ലേലൂയ അതിൻ്റെ 30-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു: അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് അവരെ വിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ മുന്നോട്ട് നടന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രി രാപാർക്കാം, ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് സ്തോത്രം അവിടെ
അവിടെ തടഞ്ഞ് യേശുവിനെ അവിടെ നിർത്താൻ ശ്രമിക്കുക. യേശുവാണെന്ന് അവർക്ക് അറിയത്തില്ല, എങ്കിലും കർത്താവിനെ അവിടെ അവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. അവർക്ക് അപ്പം എടുത്ത് നുറുക്കി അവർക്ക് സ്തോത്രം ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ നാം വായിക്കുന്നത് അവരുടെ കണ്ണ് തുറന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. സ്തോത്രം. യേശു കർത്താവ് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ആ ഒരു പ്രത്യേക വാക്ക്, അവരുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. യേശു കർത്താവിനെ യഥാർത്ഥമായി വീണ്ടും ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ അവർ വീണ്ടും കാണുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അവർക്ക് അപ്പോൾ മനസ്സിലായി, ഞങ്ങളോട് കൂടെ വന്നവൻ യേശു കർത്താവാണ്, ഞങ്ങളോട് കൂടെ വന്നവൻ കർത്താവാണെന്ന് അവർക്ക് മനസ്സിലാകുവാനിടയായി. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്നൊരു വാചകമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയാനിടയായി: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതാണെന്ന് അറിയേണ്ടതിന്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അകത്തെ കണ്ണ് പ്രകാശിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ കണ്ണ് പ്രകാശിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ യഥാർത്ഥമായി നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അവങ്കിൽ നിന്ന് ഹല്ലേലൂയ അവനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അവനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ. യഥാർത്ഥമായി കർത്താവിനെ കാണണമെങ്കിൽ നമ്മുടെ അകമേയുള്ള കണ്ണ് പ്രകാശിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ അകമയുള്ള കണ്ണ് പ്രകാശിച്ചാൽ, സ്തോത്രം, താഴോട്ടുള്ള ഭാഗം നാം ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അവർ പറയുകയാണ്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറയുവാനിടയായി. ഹല്ലേലൂയ. യഥാർത്ഥമായി നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിനെ നമ്മൾ കണ്ട് കർത്താവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മുടെ ഉള്ള് കത്തുവാനിടയായി തീരും. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവിനോട് ഒന്നിച്ച് ഹല്ലേലൂയ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഒരു ആത്മീയ എരിവ് നമുക്കുണ്ടാകുവാനിടയാകും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയിൽ പാടുവാനോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാന്, ദൈവത്തെ ആരാധിക്കുവാന്, കർത്താവിന് വേണ്ടി ജീവിക്കുവാന് ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ അകമേയുള്ള കണ്ണ് പ്രകാശിച്ച് കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശ്രവിച്ച എന്നെ കേൾക്കുന്ന ദൈവമക്കളോടായി എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കർത്താവിനോടൊപ്പമുള്ളതായ യാത്ര ഏറ്റവും സന്തോഷകരമാണ്. കർത്താവിനോടൊപ്പമുള്ള യാത്ര ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്തത് അപ്രതീക്ഷിതമായ ചിലത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായി തീരും. കർത്താവിനോടൊപ്പമുള്ള നമ്മുടെ യാത്ര ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ നഷ്ടപ്പെട്ട ചിലതിനെ അവൻ നമുക്ക് മടക്കി തരുവാനായിട്ടിടയായി തീരും. ഇന്ന് രാത്രികാലം ഈ ദൈവവചനത്തിന് മുമ്പാകെ ഒരു നിമിഷം നമ്മെ സമർപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവൻ അവരോട് കൂടെ പോകുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞവർ പലരും പാതി വഴിയിൽ ഒരുപക്ഷെ മാറിപ്പോയെന്ന് വരാം. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവരുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണെങ്കിൽ ഒരുപക്ഷെ അവർ അകലം വിട്ടുപോയി എന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ഏത് പ്രതിസന്ധി ആയിരുന്നാലും, ഏത് പ്രശ്നത്തിന് നടുവിലായിരുന്നാലും, സ്തോത്രം, നമ്മോടൊപ്പം വരാമെന്ന് പറഞ്ഞ് നമ്മോട് കൂടെ ഇറക്കാം. ആരും നമ്മുടെ കൂടെ വരണ്ട, ആരും വന്നില്ലെന്ന് വരാം. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണെങ്കിൽ മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മെ അകലം വിട്ടു പോകാം. എന്നാൽ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ചില ഹൃദയങ്ങൾ കർത്താവിനോട് അടുക്കുവാൻ, ചില ഹൃദയങ്ങളെ കർത്താവ് തുറക്കണമേ. കർത്താവെ, ചില വ്യക്തികളിൽ കർത്താവ് വാസം ചെയ്യണമേ. കർത്താവ്, അതിനായി ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം വരുവാൻ കർത്താവ് സഹായിക്കണം. CM-ന്റെ പ്രവർത്തനങ്ങളെ, റാന്നി സെൻറ്റർ CM-ന്റെ പ്രവർത്തനങ്ങളെ, അതുപോലെ കർത്താവെ എല്ലാ മേഖലകളെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും അങ്ങെടുക്കണം യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ദൈവം എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി സഹായിക്കേണ്ട ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.